ജനങ്ങൾ എത്ര മുന്നറിയിപ്പ് കൊടുത്താലും മോദിയും BJP ഒന്നും പഠിക്കില്ല. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മോശമായ, ഏറ്റവും പക്ഷപാതപരമായി പെരുമാറുന്ന ഓം ബിർളയെയാണ് എൻഡിക്കൂട്ടം വീണ്ടും സ്പീക്കറായി തിരഞ്ഞെടുത്തത്. അയാളുടെ അഹങ്കാരവും വിവേകമില്ലായ്മയും വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം MP ശശി തരൂർ തന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ജയ് സംവിധാൻ ഭരണഘടന വിജയിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ അരകന്റായ സ്പീക്കർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഭരണഘടന വിജയിക്കട്ടെ എന്ന് പറയുന്നത് ഒരു സംഖ്യയ്ക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അദ്ദേഹം പറയുന്നത് കേട്ടോ, ഭരണഘടനയുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. ഇത് ഭരണഘടനാ സത്യപ്രതിജ്ഞയാണ്. संविधान की शपथ तो ले रहे हैं, ये संविधान की शपथ है. അപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ എതിർപ്പുമായി എത്തി. ഹരിയാനയിൽ നിന്നുള്ള MP ദീപേന്ദർ ഹൂഡ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ജയ് സംവിധാൻ എന്ന് പറയുന്നതിൽ താങ്കൾ തെറ്റ് കാണുന്നത്? അതിൽ താങ്കൾക്ക് വിരോധം തോന്നേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ ഈ അഹങ്കാരം പിടിച്ച സ്പീക്കറുടെ മറുപടി കേട്ടോളൂ. ഏതിൽ വിരോധം തോന്നണം, ഏതിൽ തോന്നേണ്ട എന്ന് എന്നെ ഉപദേശിക്കേണ്ട. ചലോ ബൈഠോ. ആ ചലോ ബൈഠോ എന്ന വാക്ക് അവിടെ ഇരിക്കട എന്ന് മലയാളത്തിൽ പറയുന്നതിന് തുല്യം. ഒരു മടിയും ഒരു ലജ്ജയും കൂടാതെയാണ് പറയുന്നത്. ദീപേന്ദർ ഹൂഡ എത്ര മര്യാദയോടെയാണ് പറഞ്ഞത് ജയ് സംവിധാൻ എന്നതിൽ വിരോധം തോന്നേണ്ട കാര്യം എന്താണെന്ന്. പക്ഷേ ഇയാളുടെ മറുപടിയോ? ദീപേന്ദർ ഹൂഡ ഹരിയാനയിൽ നിന്നും 5ാമത്തെ പ്രാവശ്യം MP ആയതാണ്. ബിർളയേക്കാൾ വളരെ സീനിയർ MP. അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഭാഷ. ഓം ബിർളയാകട്ടെ 3ാമത്തെ പ്രാവശ്യവും. ദീപേന്ദർ ഹൂഡ 3.5 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ബിർളയാകട്ടെ ഏതാണ്ട് 40,000 വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടിയതും. കഴിഞ്ഞ പ്രാവശ്യം 2,80,000 വോട്ടിന് ജയിച്ച ഇദ്ദേഹത്തിന് ജനം തക്ക മറുപടി കൊടുത്തിട്ടും പഠിച്ചില്ല. അഹങ്കാരം കൂടിയതല്ലാതെ കുറയുന്നില്ല. കഴിഞ്ഞ സഭയിൽ ഒരുമിച്ച് 150ഓളം പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത ആളാണ് ഇദ്ദേഹം. എന്നാൽ ഭരണപക്ഷത്തെ കെട്ട MPമാർ എന്ത് പറഞ്ഞാലും ഒരു നടപടിയും എടുക്കില്ല. അതിന് ഒരു തെളിവിത. കഴിഞ്ഞ ലോക്സഭയിൽ രമേശ് ബിദൂരി എന്ന കെട്ടവൻ BSPയുടെ MP ഡാനിഷ് അലിയെ എടാ തീവ്രവാദി, പിന്നെ അതിലും വൃത്തികെട്ട മുസ്ലിമുകളെ അപമാനിക്കുന്ന പദം ഉപയോഗിച്ചിട്ട് ഒരു നടപടിയും എടുത്തില്ല. सर ये जो श्रेय अगर जाता है तो देश के प्रधानमंत्री को जाता है. ये आतंकवादी है, उग्रवादी है, ये मुल्ला आतंकवादी है. ആജീവനാന്തം വിലക്ക് നേരിടേണ്ട വൃത്തികെട്ട നീചമായ വാക്കുകൾ BJP MP പറഞ്ഞപ്പോൾ ഒരു നടപടിയും എടുത്തില്ല. ഇനി മറ്റൊന്ന്, മന്ദന്മാരുടെ രാമരാജ്യമായ UPയിലെ ബറേലിയിൽ നിന്നുള്ള BJP MP ഛത്രപാൽ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ് പറയുന്നത് കേട്ടോ, ജയ് ഹിന്ദു രാഷ്ട്ര എന്ന്. ശ്രദ്ധാപൂർവക് നിർവഹൻ കरूंगा. ജയ് ഹിന്ദു രാഷ്ട്ര, ജയ് ഭാരത്. ബിർളയ്ക്ക് ഒരു കുഴപ്പവുമില്ല അത് കേട്ടത്. 100% ഭരണഘടനാ വിരുദ്ധമായ വാക്കുകളാണിത്. അയാളുടെ MP സ്ഥാനം അസാധുവാക്കേണ്ട വിഘടനവാദം. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ഭരണഘടനയിൽ ഊന്നിയ രാജ്യമാണ്. അവിടെ ജയ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് വിഘടനവാദമാണ്. ഇതേ സ്ഥാനത്ത് സിഖ് MPമാർ ആരെങ്കിലും ജയ് ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതിനു തുല്യമായ വാക്കുകളാണ് അയാളുടേത്. പക്ഷേ സ്പീക്കർക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ചുമ്മാ ഇളിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഇനി ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർ ഇടാനിടയുള്ള കമന്റിനും അഡ്വാൻസ് ഒരു മറുപടി പറഞ്ഞേക്കാം. OIC സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ജയ് സംവിധാൻ, ജയ് ഭാരത്, ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞു. ഈ ജയ് പാലസ്തീൻ ഭരണഘടനാ വിരുദ്ധമാണോ? അല്ല. OIC ഇന്ത്യയിൽ പലസ്തീൻ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, മറിച്ച് പലസ്തീൻ എന്ന രാജ്യത്തോട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഇന്ത്യക്കെതിരെയുള്ള വിഘടനവാദമല്ല. ആർക്കും പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം. സംഘികൾക്ക് അത് മനസ്സിലാവില്ലെങ്കിലും. ഈ അരകന്റെ സ്പീക്കർ ഓം ബിർളയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?